നെക്സ്റ്റ് സോഫ്റ്റ്വെയർ മിത്സ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, എന്താണ് സോഫ്റ്റ്വെയർ മിത്സ് എന്ന് പറഞ്ഞാൽ? അതായത് ചില ആറ്റിറ്റ്യൂഡ്സ്, അതായത് മിസ്ലീഡിങ് ആറ്റിറ്റ്യൂഡ്സ്, അത് മാനേജ്മെൻറ്റ്, ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ളതാവാം, അത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. Okay, software myths are misleading attitudes that have caused serious problems for managers and technical people alike. Software myths propagate misinformation and confusion. Okay, there are 3 kinds of software myths. 3 ടൈപ്പ് സോഫ്റ്റ്വെയർ മിത്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ്, ഡെവലപ്പേഴ്സ്, കസ്റ്റമേഴ്സ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മിത്സ് എന്തൊക്കെയാണ്, ദെൻ എന്തൊക്കെയാണ് റിയാലിറ്റിയിൽ അപ്പം ഉള്ളത്. ഓക്കെ, അപ്പം മാനേജ്മെൻറ്റ് മിത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാനേജേഴ്സ് വിത്ത് എ സോഫ്റ്റ്വെയർ റെസ്പോൺസിബിലിറ്റി ആർ ഓഫൺ അണ്ടർ പ്രഷർ ടു മെയിൻറ്റെയിൻ ബഡ്ജറ്റ്, കീപ് ഷെഡ്യൂൾസ് ഫോർ സ്ലിപ്പിംഗ് ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി. ഫോളോയിങ് ആർ ദി മാനേജ്മെൻറ്റ് മിത്സ്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു സോഫ്റ്റ്വെയർ മാനേജേഴ്സ് വിത്ത് സോഫ്റ്റ്വെയർ റെസ്പോൺസിബിലിറ്റി, ഓക്കെ, അപ്പോൾ അത് മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ്? ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഷെഡ്യൂള്, ഓക്കെ, ഇന്ന സമയത്ത് ഇങ്ങനെ തീരണം എന്നുള്ളതൊക്കെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് പിന്നെ എന്താണ്? അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാകുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇങ്ങനെ ബഡ്ജറ്റും ഷെഡ്യൂളും ഒക്കെ ക്വാളിറ്റിയൊക്കെ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പം ഇങ്ങനത്തെ ചില മിസ്ലീഡിങ് ആറ്റിറ്റ്യൂഡ്സ് വന്നു കഴിഞ്ഞാൽ അത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മിത്ത് എന്താണ്? വി ഓൾറെഡി ഹാവ് എ ബുക്ക് ദാറ്റ് ഫുൾ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ബിൽഡിംഗ് സോഫ്റ്റ്വെയർ, വോണ്ട് ദാറ്റ് പ്രൊവൈഡ് മൈ പീപ്പിൾ വിത്ത് എവറിത്തിങ് ദേ നീഡ് ടു നോ. ഓക്കെ, അപ്പോൾ അവരിലുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അതായത് ഒരു ബുക്ക് ഉണ്ട്, അതിൽ എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള. അപ്പം അത് ക്രിയേറ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യും? ആ ബുക്കൊക്കെ വായിച്ച് ആ പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്തുകൂടെ? ഓക്കെ, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് റിയാലിറ്റിയിൽ ഹാപ്പൻ ചെയ്യുന്നത്? ദി ബുക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ് മേ വെരി വെൽ എക്സിസ്റ്റ്. ഓക്കെ, ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും, ബട്ട് ഈസ് ഇൻ യൂസ്ഡ്. ഓക്കെ, അതുണ്ടാക്കുന്നവർ അത് കൃത്യമായിട്ട് വായിച്ചിട്ട് ചെയ്യണം എന്നില്ല. ഓക്കെ, നമ്മളെപ്പോലെ തന്നെ നമ്മൾ എന്താണ് എക്സാമിൻ്റെ തലേ ദിവസമാണ് ബുക്ക് വായിക്കുക അല്ലേ? ആ ഒരു ഫസ്റ്റ് തന്നെ എന്താണ് നമ്മളെ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ബുക്ക് എടുത്ത് വായിക്കുന്ന പരിപാടിയൊക്കെ കുറേ പേരിലില്ല. ഓക്കെ, അവസാന നിമിഷം നമ്മൾ പാഞ്ഞു പിടിക്കും. അതുതന്നെയാണ് എല്ലാവിടെയും സംഭവിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ദി ബുക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ് മേ വെരി വെൽ എക്സിസ്റ്റ് ബട്ട് ഈസ് ഇൻ യൂസ്ഡ്. മോസ്റ്റ് സോഫ്റ്റ്വെയർ പ്രാക്ടീഷണേഴ്സ് ആർ ഇൻ അവെയർ ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ചിലർക്ക് അങ്ങനെ ഒരു ബുക്ക് ഉള്ളതുപോലെ തന്നെ പോലും അറിയുന്നില്ല. ഓക്കെ, പിന്നെ എന്താണ്? ഇപ്പോൾ ഒരു എന്താണ് ഈ ഒരു നമ്മളെ ഈ ഒരു സോഫ്റ്റ്വെയർ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു 10 വർഷം മുന്നുള്ളൊരു കാര്യങ്ങളൊന്നുമല്ല ഇപ്പം ഫോളോ ചെയ്യുന്നത്, ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു ബുക്കിൽ ഈ ഒരു 10 വർഷം മുന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾക്ക് എന്താണ്? മോഡേൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അതാണ് വേണ്ടത്. പക്ഷേ എന്താണ്? അത് ആ ബുക്കിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് റിഫ്ലക്റ്റ് മോഡേൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസസ് ആൻഡ് ഈസ് ഓൾസോ കംപ്ലീറ്റ്. ഓക്കെ, അതാണ് റിയാലിറ്റിയിൽ വരുന്നത്. അപ്പം മനസ്സിലായല്ലോ? ഫസ്റ്റത്തെ മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്കുണ്ട്, അത് അവർ ഫോളോ ചെയ്തോളും എന്ന് മാനേജ്മെൻറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലമായിട്ട് വരും. ഓക്കെ, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈ പീപ്പിൾ ഹാവ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൂൾസ്, ആഫ്റ്റർ ഓൾ വി ബൈ ദി ന്യൂവസ്റ്റ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് സോഫ്റ്റ്വെയർ അത് ഡെവലപ്പ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കമ്പ്യൂട്ടേഴ്സ് വാങ്ങി വെക്കാം. ഓക്കെ, പഴയ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. പക്ഷേ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്? It takes much more than the latest model mainframe, workstation or PC to do high quality software development. Okay, computer aided software engineering tools are more important than hardware for achieving good quality and productivity. Okay, അപ്പം നല്ല
അപ്പം ഓരോ ടൈമിൽ മാറിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്കറിയാം. ഇപ്പം നമ്മുടെ മൊബൈലിൻ്റെ കേസ് തന്നെ. ഇപ്പം നമുക്ക് ഓരോ ഇപ്പം ഏറ്റവും നല്ല പെർഫോമൻസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ ഉള്ള സംഭവങ്ങളാണ് നമ്മളെ അടുത്തുള്ള മൊബൈൽ. പണ്ട് ഉള്ളതോ ഒരു 5 വർഷം മുന്നേ ഒക്കെ ഇത്രയും സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് ടൂൾസിൻ്റെ കാര്യത്തിലും. അപ്പം നല്ല ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ഉള്ള ടൂൾസും കാര്യങ്ങളും നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൂൾസായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൽ ഹാർഡ്വെയറിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഈ സോഫ്റ്റ്വെയർ ടൂൾസിനാണ്. ഓക്കെ, if we get next one എന്താണ്, if we get behind schedule we can add more programmers and catch up, sometimes called Mongolian horde concept. ഓക്കെ, അതായത് മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിലേക്ക് കൂടുതൽ പ്രോഗ്രാമേഴ്സിനെ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കൂടുതൽ പ്രോഗ്രാമേഴ്സിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്, ഇതൊക്കെ എന്താണ്, ഇപ്പം പുതിയൊരു ആളെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറേ ടൈം പോവും. ഓക്കെ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് എ mechanistic process like manufacturing. As new people are added, people who were working must spend time educating the newcomers, thereby reducing the amount of time spent on productive development effort. People can be added but only in planned and well coordinated manner. ഓക്കെ, നമുക്ക് ആൾക്കാരെ ആഡ് ചെയ്യാം, പക്ഷേ ഇത്ര വെറുതെ അങ്ങ് ഒരു 5 പേരെ ഒരു 10 പേരെ അങ്ങനെ ആഡ് ചെയ്യല്ല. ഓക്കെ, നന്നായി പ്ലാൻ ചെയ്തിട്ടും വെൽ കോർഡിനേറ്റ് ചെയ്തിട്ടുമായിരിക്കണം എന്താണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, ഇഫ് ഐ ഡിസൈഡ് ടു ഔട്ട്സോഴ്സ് ദി സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ടു എ തേർഡ് പാർട്ടി ഐ ക്യാൻ ജസ്റ്റ് റിലാക്സ് ആൻഡ് ലെറ്റ് ദാറ്റ് ഫേം ബിൽഡ് ഇറ്റ്. ഓക്കെ, അതായത് ഇപ്പം നമ്മളുടെ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിലേക്ക് ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, വേറൊരു കമ്പനീനെ ഏൽപ്പിക്കും. അതാണ് ഇവിടെ പറയുന്നത്, ഇഫ് ഐ ഡിസൈഡ് ടു ഔട്ട്സോഴ്സ് ഓക്കെ ദി സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ്, അപ്പോൾ ഒരു തേർഡ് പാർട്ടീനെ ഏൽപ്പിക്കും, അവർ ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കും, ഇവർ ദെൻ അത് കസ്റ്റമേഴ്സിന് കൊടുക്കും. ഇപ്പോൾ റിയാലിറ്റിയിൽ എന്താ പറയുന്നത്, ഇഫ് ആൻ ഓർഗനൈസേഷൻ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു മാനേജ് ആൻഡ് കൺട്രോൾ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ഇൻറ്റേർണലി. ഓക്കെ, അതായത് അവർക്കത് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെയാകുമ്പോൾ എന്താണ്, ഇറ്റ് വിൽ ഇൻവേരിയബിളി സ്ട്രഗിൾ വെൻ ഇറ്റ് ഔട്ട്സോഴ്സ് സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ്. ഓക്കെ, അപ്പോൾ അത് അവർക്കൊരു സ്ട്രഗിൾ തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ എന്താണ്, കസ്റ്റമർ മിത്ത് ലീഡ് ടു ഫോൾസ് എക്സ്പെക്റ്റേഷൻ ആൻഡ് അൾട്ടിമേറ്റ്ലി ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദി ഡെവലപ്പർ. ഓക്കെ, അതായത് ഒരു കസ്റ്റമർ എന്താണ് കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് കസ്റ്റമറിന് ആ ഒരു പ്രൊഡക്റ്റിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നില്ല. ഓക്കെ, അതായത് ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ കമ്പനീനെ അപ്രോച്ച് ചെയ്തു, എനിക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് സോഫ്റ്റ്വെയർ വേണമെന്ന് പറയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എങ്ങനെ വേണം, ഇതെങ്ങനെയാണ് പെർഫോം ചെയ്യണം, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള, ഇപ്പം എനിക്കൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വേണം, അതിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ചെറിയ എന്താണ് ജനറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പോരും. ഓക്കെ, അതാണ് പറയുന്നത്, എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു ബിഗിൻ റൈറ്റിംഗ് പ്രോഗ്രാംസ്, വി ക്യാൻ ഫിൽ ഡീറ്റെയിൽസ് ലേറ്റർ. ഓക്കെ, എന്നിട്ട് അങ്ങനെ പറഞ്ഞു പോന്നു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പ്രോബ്ലംസ് ഉണ്ടാക്കും. എന്താണ് റിയാലിറ്റിയിൽ എന്താണ്, എ പുവർ അപ്പ് ഫ്രണ്ട് ഡെഫിനേഷൻ ഈസ് മേജർ കോസ് ഓഫ് ഫെയിൽ സോഫ്റ്റ്വെയർ എഫേർട്സ്. ഓക്കെ, അതായത് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു കൊടുക്കും, അതിനനുസരിച്ചിട്ട് എന്താണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരു രീതിയിൽ ആ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ കസ്റ്റമർ പിന്നെ കാണുമ്പോഴേക്കും പറയാം, അയ്യോ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ഒരു രീതിയിലല്ല. ഓക്കെ,
അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എഫേർട്ട് വേസ്റ്റ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എ പുവർ അപ്പ് ഫ്രണ്ട് ഡെഫിനേഷൻ ഈസ് ദി മേജർ കോസ് ഓഫ് ഫെയിൽഡ് സോഫ്റ്റ്വെയർ എഫേർട്ട്. A formal and detailed description of functions, behavior, performance, interface design constraints and validation criteria is essential. ഓക്കെ, അപ്പോൾ ഒരു കസ്റ്റമറിന് ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യണം, അതെങ്ങനെ അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കണം, എല്ലാത്തിനെ പറ്റിയിട്ട് എന്താണ് ശരിയായൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇതൊക്കെ വെച്ചിട്ടായിരിക്കണം അവരെന്ത് ചെയ്യുന്നത്, ഒരു സോഫ്റ്റ്വെയർ കമ്പനീനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ, പ്രൊജക്റ്റ് റിക്വയർമെൻറ്റ്സ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ബട്ട് ചേഞ്ച് ക്യാൻ ബി ഈസിലി അക്കോമഡേറ്റ് ബിക്കോസ് സോഫ്റ്റ്വെയർ ഈസ് ഫ്ലെക്സിബിൾ. ഓക്കെ, അപ്പം നമ്മളുടെ ശരിയാണ്, നമ്മളുടെ എന്താണ്, നമ്മളുടെ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് എപ്പോഴും എന്താണ്, ഇങ്ങനെ നമുക്ക് അത് വേണം ഇത് വേണം, പിന്നെ നമുക്കൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ വേണം. അപ്പം വീണ്ടും നമ്മൾ ആ സോഫ്റ്റ്വെയർ കമ്പനീനെ അപ്രോച്ച് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം പ്രൊജക്റ്റ് റിക്വയർമെൻറ്റ്സ് കണ്ടിന്യൂസ്ലി ചേഞ്ച്. അപ്പം കസ്റ്റമർ മിത്ത് എന്താണ്, ഓക്കെ റിക്വയർമെൻറ്റ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ്, ഇത് സോഫ്റ്റ്വെയർ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അത് ഈസിലി അക്കോമഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് പിന്നെ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ബട്ട് ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ച് വേരീസ് വിത്ത് ടൈം അറ്റ് വിച്ച് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യും. ഓക്കെ, പക്ഷേ അത് ടൈം, ഇപ്പം ഫസ്റ്റ് തന്നെ നമ്മളൊരു നല്ല രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ സോഫ്റ്റ്വെയർ കമ്പനീനെ അപ്രോച്ച് ചെയ്ത് നമുക്ക് ആ ഡെവലപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറേ കാലത്തേക്ക് ഒരു വർഷത്തേക്കൊക്കെ അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഒരു വർഷമൊക്കെ കഴിഞ്ഞാലായിരിക്കും അഡീഷണൽ കാര്യങ്ങളൊക്കെ നമുക്കതിൽ ആഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, when changes are requested during software design, the cost impact grows rapidly. Okay, resources have been committed and design framework has been established. Changes can cause heavy additional cost. Change when a request after software is in production can much more expensive than same change request earlier. ഓക്കെ, അപ്പം ഒരു ഡിസൈനൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ഡിസൈനൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ്, അയ്യോ ഈ ഡിസൈൻ വേണ്ട. അപ്പോൾ എന്താണ്, വീണ്ടും അതിൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുള്ളായിട്ട് നമുക്കത് ചെയ്ത് കിട്ടിയതിന് ശേഷം നമ്മൾ പറയുകയാണ് അല്ല ഇങ്ങനെയൊന്നും അല്ല വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്പേഴ്സിൻ്റെ സൈഡിലുള്ളതാണ്. ഓക്കെ, പ്രാക്ടീഷണേഴ്സ് ഹാവ് ദി ഫോളോയിങ് മിത്സ്. എന്താണ്, വൺസ് വി റൈറ്റ് ദി പ്രോഗ്രാം ആൻഡ് ഗെറ്റ് ഇറ്റ് വർക്ക് അവർ ജോബ് ഈസ് ഡൺ. അതാണ് അവരുടെ മിത്ത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഞങ്ങൾ സംഭവം കഴിഞ്ഞു. പക്ഷേ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്, ഇത് കസ്റ്റമേഴ്സിന് കൊടുത്തതിന് ശേഷമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് ഇങ്ങനെയാവുന്നില്ല, ഇതിങ്ങനെ ചെയ്യണം, അത് ആ ഒരു സംഭവം അതാണ് പറയുന്നത്. ഇൻഡസ്ട്രി ഡേറ്റ ഇൻഡിക്കേറ്റ് ദാറ്റ് ബിറ്റ്വീൻ 60 and 80% ഓഫ് ഓൾ എഫേർട്ട് എക്സ്പെൻഡഡ് ഓൺ സോഫ്റ്റ്വെയർ വിൽ ബി എക്സ്പെൻഡഡ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഡെലിവേർഡ് ടു കസ്റ്റമർ ഫോർ ദി ഫസ്റ്റ് ടൈം. ഓക്കെ, അടുത്തത്, അണ്ടിൽ ഐ ഗെറ്റ് ദി പ്രോഗ്രാം റണ്ണിങ് ഐ ഹാവ് നോ വേ ഓഫ് ആസസിങ് ഇറ്റ്സ് ക്വാളിറ്റി. ഓക്കെ, രണ്ടാമത്തെ നെക്സ്റ്റ് മിത്ത് എന്താ പറയുന്നത്, ഒരു സോഫ്റ്റ്വെയർ അത് മൊത്തമായിട്ട് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അതിൻ്റെ ക്വാളിറ്റി ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. വൺ ഓഫ് ദി മോസ്റ്റ് ഇഫക്റ്റീവ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് മെക്കാനിസംസ് ക്യാൻ ബി അപ്ലൈഡ് ഫ്രം ദി ഇൻസെപ്ഷൻ ഓഫ് ദി പ്രൊജക്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്താണ് സോഫ്റ്റ്വെയർ മിത്തിൽ പറയുന്നത്. ഓക്കെ.